ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ആനന്ദ് വോയിസ് ഓവർ. നമ്മളൊരു ലോങ് വീഡിയോ കൊണ്ട് ഏകദേശം ഒരു 3 ആഴ്ച ആയിട്ടുണ്ടാവില്ലേ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു മൂവി തപ്പുന്ന ടൈമിലാണ് എനിക്ക് ഹറോൾഡ് ആൻഡ് മാജിക്കൽ പെൻസിൽ എന്ന് പറയുന്ന ഈ സിനിമ എൻ്റെ കണ്ണിൽ പെടുന്നത്. അതിന് മുമ്പ് നിങ്ങളൊരു സുഖമാണെന്ന് കരുതുന്നു. ആ സമയത്ത് തന്നെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു ഫീൽ ഗുഡായി തോന്നിയത് നിങ്ങൾക്ക് ഈ മൂവി എക്സ്പ്ലനേഷൻ ചെയ്യണം പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മൂവിയുടെ വൺ ലൈൻ സ്റ്റോറി പറയുകയാണെങ്കിൽ ഹെറോൾഡും പറയുന്ന ഈ ചെക്കനാണ് നമ്മുടെ ഈ സിനിമയുടെ ഹീറോ. ഇവന്റെ കയ്യിൽ നോക്കിയാൽ ഒരു ക്രയോൺസ് ഉണ്ടാകും. ഇവൻ നോക്കിയാൽ അത് വെച്ച് വരയ്ക്കുന്നതൊക്കെ റിയലായിട്ട് കയ്യിൽ തന്നെ കിട്ടും. ഇവൻ നോക്കിയാൽ ഒരു ഫിക്ഷണൽ ബുക്കിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവൻ നോക്കിയാൽ പെട്ടെന്ന് ഒരു ഡോർ വരച്ച് അവൻ നോക്കിയാൽ നമ്മുടെ ഭൂമിയിലേക്ക് വരും. പക്ഷേ ഹെറോൾഡ് നമ്മുടെ ഭൂമിയിലേക്ക് വരാൻ വലിയൊരു കാരണമുണ്ട്. ആ കാരണത്തിന്റെ നടുവിൽ നടക്കുന്ന കുറെ സ്റ്റോറീസും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ കാണാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ലേറ്റ് ആവാതെ ഹെറോൾഡ് ആൻഡ് ദി പർപ്പിൾ ക്രയോൺസ് പറയുന്ന ഈ സിനിമയിലേക്ക് കടക്കാം. ഐ എം യുവർ ആനന്ദ് വോയിസ് ഓവർ. ഐ എം ഹിയർ ഫോർ യുവർ എന്റർടൈൻമെന്റ്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയുടെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള ഹെറോൾഡ് നോക്കിയാൽ അവന്റെ പർപ്പിൾ കളർ വെച്ച് അവൻ നോക്കിയാൽ ഓരോ ക്രിയേറ്റിവിറ്റി ആയിട്ട് ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹെറോൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ നല്ല ക്യൂട്ടായിട്ടും അവൻ നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരു ബോയ് ആണ്. ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ഒരു മത്സരം വെച്ചാൽ അതിൽ 1ാം സ്ഥാനത്തിന് മുകളിലുള്ള ഏതെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെറോൾഡ് ആയിരിക്കും നേടുക. കാരണം നമ്മുടെ ഹെറോൾഡ് അത്ര ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരുത്തനാണ്. അവൻ നോക്കിയാൽ അവന്റെ മാജിക്കൽ പെൻസ് വെച്ച് അവർ ലോകത്തിനെ ഉണ്ടാക്കും. ആ ലോകത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ആ ക്രയോൺസ് വെച്ച് തന്നെ ഇവൻ നോക്കിയാൽ ആ മിസ്റ്റേക്കിനെ ശരിയുമാക്കും. ശരിക്കും പറയുകയാണെങ്കിൽ അവന്റെ ലോകത്ത് അവനാണ് ദൈവം. ഇവൻ നോക്കിയാൽ എപ്പോഴും ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഇവൻ നോക്കിയാൽ 2 ഫ്രണ്ട്സിനെ ഉണ്ടാക്കും. അതാണ് ക്യൂട്ടായിട്ടുള്ള മോസും പറയുന്ന ഒരു മാനും ക്യൂട്ടായിട്ടുള്ള പോക്കിപ്പൈൻ പറയുന്ന ഒരു മുല്ലമ്പന്നിയും. ഈ ലോകത്ത് അവരെവിടെ മിസ്സായാലും എങ്ങനെയെങ്കിലൊക്കെ ഒന്നു ചേരുകയാണ്. അത് മാത്രമല്ല ഇവരുടെ ബെഡ് നോക്കിയാൽ എവിടെയാണെങ്കിലും ഇവർ അവിടെ പോയി ഉറങ്ങും. കാരണം എന്താ വെച്ചാൽ അവരുടെ ബെഡ് നോക്കിയാൽ ഒരു മൂണിന്റെ അടുത്താണ്. ഇവർ ഈ പർപ്പിൾ ക്രയോൺസ് വെച്ച് സന്തോഷത്തോടെ ആ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടക്കുമ്പോൾ നമ്മുടെ ഹെറോൾഡും ഇവരെല്ലാവരും നോക്കിയാൽ നല്ലോണം വളരുന്നു. ഹെറോൾഡ് എത്ര വളർന്നിട്ടുണ്ടോ അവന്റെ ക്രിയേറ്റിവിറ്റിയും അതിനേക്കാളും 2 മടങ്ങ് വലുതായി വളർന്നിരിക്കുകയാണ്. ഇവന്റെ ഈ ലോകത്ത് അവൻ നോക്കിയാൽ ആ ക്രയോൺസ് വെച്ച് വലിയൊരു സിറ്റി തന്നെ ഉണ്ടാക്കി, സിറ്റിയല്ല ലോകം തന്നെ ഉണ്ടാക്കി അവൻ നോക്കിയാൽ അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അവിടെ നോക്കിയാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഇവൻ ആലോചിച്ച് ആ മിസ്റ്റേക്ക് അപ്പം തന്നെ ശരിയാക്കും. പക്ഷെ നോക്കിയാൽ ഇവരുടെ ഈ ലാൻഡിൽ ഇവർക്ക് നോക്കിയാൽ ഓൺലി പർപ്പിൾ കളർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവർ നോക്കിയാൽ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം വരികയാണ്. അവിടെ നമ്മുടെ പോക്കിപ്പൈനും മൂസും ഹെറോൾഡും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹെറോൾഡിന് ഒരു ചോദ്യം വരുന്നു. നിങ്ങൾ 2 പേരും ഞാൻ ഉണ്ടാക്കി, പക്ഷെ എന്നാരും ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ആകാശത്തിന് മുകളിൽ നിന്നും ഒരു അശരീരി കേൾക്കുന്നു. എടാ മോനെ ഹെറോൾഡ്, നിന്നെ ഞാനാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ എന്തിനാണ് ഉണ്ടാക്കി? നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ? നിങ്ങൾ എവിടെയാണെന്ന് എടുത്ത് പറയാൻ പറഞ്ഞതും നീ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ആവണ്ട, ഞാൻ നിന്നെ പോലെ തന്നെ ഒരു മനുഷ്യനാണ്. പക്ഷെ എന്ത് നീ ഇവിടെ ജീവിക്കുന്ന പുറം ലോകത്ത് ജീവിക്കുന്നു. ഞാൻ നോക്കിയാൽ അത്ര വലിയ ആളൊന്നുമല്ല, ഞാനൊരു വയസ്സായ ആളും പറഞ്ഞതും ഹെറോൾഡ് നിങ്ങൾ വയസ്സായ ആളാ, അപ്പൊ ഞാൻ നിങ്ങളെ പരട്ടിക്കാളും വിളിക്കട്ടെ പറഞ്ഞതും നീ എന്തോ വിളിക്കുക, അതിന് മുമ്പ് നീ പോയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഉറങ്ങും പറയുന്നു. ആ സമയത്ത് നോക്കിയാൽ നമ്മുടെ ഹെറോൾഡ് ഉറങ്ങി അടിച്ചിട്ട് രാവിലെ നോക്കിയാൽ ആ വയസ്സായാലോട് സംസാരിക്കാൻ നോക്കുന്നു. പക്ഷേ ഹെറോൾഡ് എവിടെ പോയാലും ആ വയസ്സായ ആൾ നോക്കിയാൽ നമ്മുടെ ഹെറോൾഡിന് റിപ്ലൈ കൊടുക്കുന്നില്ല. നമ്മുടെ ഹെറോൾഡ് അവസാനം നോക്കിയാൽ സാഡ് ആയിട്ട് ഒരു സ്റ്റെപ്പിൽ പോയി കിടക്കുന്നു. ആ സമയത്ത് മോസ് പറഞ്ഞു നമ്മളിവിടെ ഫ്രീ ആയിരിക്കുന്നതുകൊണ്ട് ആ വയസ്സായ ആളും തപ്പി നടക്കുന്നു. എന്നാൽ ആ വയസ്സായ ആൾ അദ്ദേഹത്തിന്റെ ലോകത്ത് ബിസി ആണെങ്കിലും ആ സമയത്ത് ഹെറോൾഡ് പെട്ടെന്ന് ഈ 2 പേരിനും വിളിച്ചിട്ട് നോക്കിയാൽ ഒരു പ്ലെയിൻ സ്ഥലത്ത് പോവുകയാണ്. അവിടെ എത്തിയിട്ട് ഞാനൊരു ഡോർ വരയ്ക്കുകയാണ്. എന്തിനാണെന്നറിയോ, നമ്മൾ റിയൽ വേൾഡിൽ പോകാൻ പോകുന്നു അങ്ങനെ പറഞ്ഞിട്ട് റിയൽ വേൾഡിൽ നിന്ന് എഴുതുകയാണ്. ആ സമയത്ത് നോക്കിയാൽ മോസ് ഞാനൊന്നുമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ മോസിന് റിയൽ വേൾഡിലേക്ക് പോകാൻ നല്ലോണം പേടിയാണ്. എന്നാൽ നമ്മുടെ പോക്കിപ്പൈനാണെങ്കിൽ നമ്മുടെ റിയൽ വേൾഡ് കാണുന്നുണ്ട്. ആ സമയത്ത് നോക്കിയാൽ നമ്മുടെ ഹെറോൾഡ് പോകുന്ന മുമ്പ് മോസേ പോക്കിപ്പൈനെ അവസാനമായി ചോദിക്കണം വരുന്നുണ്ടോ ഇല്ലയോ പറഞ്ഞതും അവർ നോക്കിയാൽ എല്ലാം പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ഹെറോൾഡ് പെട്ടെന്ന് ആ ഡോറിൽ കൂടി പുറത്ത് ചാടിയതും അവൻ നോക്കിയാൽ നമ്മുടെ റിയൽ വേൾഡിൽ എത്തിച്ചേരും. ആ സമയത്ത് നമ്മുടെ ഭൂമിയിൽ എത്തിച്ചേർന്ന ഹെറോൾഡ് അവിടെ ഷോക്കായി നിൽക്കുകയാണ്. കാരണം നമ്മുടെ ഭൂമിയിലാണെങ്കിൽ കുറെ കളേഴ്സ് ഉണ്ട്, പക്ഷെ അവന്റെ ലോകത്തിലാണെങ്കിൽ പർപ്പിൾ കളർ മാത്രമേ ഉള്ളൂ. ഇത് കണ്ട് അവിടെ ഷോക്കായി നിൽക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്തിൽ കാട്ടുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ പോക്കിപ്പൈനും മോസും ഈ ഡോറിനോട് നിൽക്കുകയാണ്. നമ്മുടെ പോക്കിപ്പൈൻ മോസിനെ നല്ലോണം എൻകറേജ് ചെയ്യുന്നു. അപ്പുറത്തെ ലോകത്തിലാണെങ്കിൽ സൂപ്പറായിട്ട് കുറെ പുല്ലും എന്തൊക്കെയോ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകണ്ടേ, പ്ലീസ് മോസെ നമുക്ക് ഒരു പ്രാവശ്യം നോക്കാം അങ്ങനെ പറഞ്ഞതും ശരി നമുക്ക് ജസ്റ്റ് ഒന്ന് എത്തി മാത്രം നോക്കാൻ പറഞ്ഞു. നമ്മുടെ പോക്കിപ്പൈൻ നോക്കിയാൽ പെട്ടെന്ന് നമ്മുടെ മോസിന്റെ ചന്തിക്കനെ അവന്റെ മുള്ളു വെച്ച് കുത്തും. ആ മുള്ളു വെച്ച് കുത്തി നമ്മുടെ മോസ് നേരെ നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് വീഴുകയാണ്. പക്ഷേ നമ്മുടെ പോക്കിപ്പൈനായിരുന്നു നമ്മുടെ ലോകം കാണണമെന്ന്. പക്ഷെ നമ്മുടെ പോക്കിപ്പൈൻ നോക്കിയാൽ ഇവിടെ ഡോറിൽ പെട്ടെന്ന് കുടുങ്ങി കിടക്കുന്നു. എന്നാൽ നമ്മുടെ ലോകത്തിലേക്ക് വന്നാൽ നമ്മുടെ മോസ് പെട്ടെന്ന് അവന്റെ കൈയും കാലൊക്കെ നോക്കുന്നു. അവന്റെ കൈയും കാലൊക്കെ ശരിക്കും ഒരു മനുഷ്യന്റെ കൈയും കാല് പോലെയായി. അവൻ നോക്കിയാൽ എന്റെ കാല് എവിടെ, എന്റെ കാല്, എന്റെ കൈ, എന്റെ കൊമ്പ്, എന്റെ മുടിയൊക്കെ പോയി അങ്ങനെ പറഞ്ഞ് അവൻ നോക്കിയാൽ അവിടെ സാഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹെറോൾഡ് അവിടെ കുറെ മനുഷ്യരുടെ അടുത്ത് സംസാരിക്കാൻ നോക്കുന്നു. പക്ഷെ ഹെറോൾഡിന് ഡ്രസ്സ് കണ്ടതുകൊണ്ട് അവരാരും ഇവരുടെ അടുത്ത് സംസാരിക്കാണ്ട് പോയി. ആ സമയത്ത് അവിടെ ഒരു ഫ്രീ ഡ്രസ് കട ഉണ്ടായിരുന്നു. അവിടെ പോയി ഹെറോൾഡ് ഡ്രസ് മാറ്റിയിട്ട് വരുമ്പോൾ എന്റെ ഫ്രണ്ട് ഹെറോൾഡിനെ ആരെങ്കിലും കണ്ട ഹെറോൾഡേ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെറോൾഡ് പോയി നമ്മുടെ മോസിനെ കെട്ടിപ്പിടിക്കുന്നു. മോസെ നീ എങ്ങനെ ഇവിടെ വന്ന്, നീ ഇവിടെ വീട്ടിലാൻ പറഞ്ഞല്ലേ,
അതുമാത്രമല്ല നിന്റെ കൊമ്പ് വാലൊക്കെ എവിടെ? പൊട്ട ഹെറോൾഡ്, ഞാനൊരു മാനായിരുന്നു മനുഷ്യനായി മാറിയിരിക്കുന്നു. അതൊന്നും എനിക്ക് വലിയ കാര്യമായി തോന്നില്ല. എൻ്റെ കൊമ്പും വാലും കാണാത്തതാണ് ഇപ്പോൾ വലിയ പ്രശ്നം. ശരി, അതൊക്കെ വിട്. ശരി, നമ്മൾ ഇവിടെ നിൽക്കേണ്ട ഹെറോൾഡ്, നമുക്ക് നമ്മുടെ ലോകത്തിന് പോവാം. ഇവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നം വരുന്ന പോലെ തോന്നുന്നു. നമുക്ക് നമ്മുടെ ലോകത്തിന് പോവാം ഹെറോൾഡേയും പറഞ്ഞതും മണ്ട, നമ്മൾ ഇത്ര ദൂരം വന്ന് വേറെ തിരിച്ചു പോകാനല്ല, നമുക്ക് നമ്മുടെ മുത്തശ്ശനെ കണ്ടുപിടിക്കണം പറഞ്ഞതും ആ പാർക്കിൽ നോക്കിയാൽ ഒരു മുത്തശ്ശനിരുന്ന് പേപ്പർ വായിച്ചുകൊണ്ടിരുന്നു. അവിടെ ഹെറോൾഡ് വന്നിട്ട് മുത്തശ്ശ, ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചു. മുത്തശ്ശ, നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ല, നിങ്ങളാണ് ആശരീരി കേട്ട് മുത്തശ്ശനല്ലേ ചോദിച്ചതും. ആരടാ നിങ്ങൾ പ്രാന്തന്മാരെ, ഇവിടെ നോടാൻ പറഞ്ഞിട്ട് ആ മുത്തശ്ശൻ നോക്കിയാൽ ആ കോല് വെച്ച് അവരും തല്ലി അങ്ങോട്ട് ഓടിച്ചു വിടുന്നു. അപ്പോഴും പറഞ്ഞു ഹെറോൾഡ്, നമുക്ക് ഇവിടുന്ന് പോകാന്ന്. മോശം, നീ വെറുതെ പോകാന്ന് ഇനി പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ വായനത്തിന് അടിച്ചു പൊളിക്കണ്ട ഇനി. അതിന് പറഞ്ഞിട്ട് ഹെറോൾഡ് കാറ്റി തന്നെ വരച്ച് പെട്ടെന്നൊരു സൈക്കിൾ ഉണ്ടാക്കും. ആ സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഈ മുത്തശ്ശൻ ഇവരെന്താ ചെയ്യുന്നു, നമ്മുടെ ലോകത്ത് ഏരിയയിലേക്ക് വന്നോം പറഞ്ഞിട്ട് അവിടെ നോക്കിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹെറോൾഡും മോസും അവിടെ നോക്കിയാൽ ഹാപ്പി ആയിട്ട് ഹൈവേയിൽ ആ സൈക്കിൾ ഓടിച്ചിട്ട് പോകുന്നു. പക്ഷെ അവർ നോക്കിയാൽ നമ്മുടെ പോക്കിപ്പൈനെ കുറിച്ച് ആലോചിച്ചില്ല. നമ്മുടെ പോക്കിപ്പൈനെ കുറിച്ച് മറന്നു. നമ്മുടെ പോക്കിപ്പൈൻ വായി വെച്ചും എന്തൊക്കെയോ ചെയ്ത് ആ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നു. അവസാനം നമ്മുടെ പോക്കിപ്പൈൻ ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പുറത്തും ചാടിയതും ആ പോക്കിപ്പൈൻ നോക്കിയാൽ നമ്മുടെ ഹെറോൾഡിനെയും മോസിനെയും കിട്ടിയ പോലെ 3 ഡയമെൻഷണൽ ബോഡി കിട്ടും. അതിനുശേഷം പോക്കിപ്പൈൻ അവിടെ സ്മെല്ലൊക്കെ വെച്ച് ആ പാർക്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹെറോൾഡും മോസും കണ്ട ആ മുത്തപ്പനും നോക്കിയാൽ നമ്മുടെ പോക്കിപ്പൈനും കാണും. അതിനുശേഷം മുത്തശ്ശ, ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചു പറഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ ഇതേത് പ്രാന്തി പുതിയതായിട്ട് വരുന്നത് അങ്ങോട്ട് പോകും പറഞ്ഞിട്ട് വടിവെച്ച് അങ്ങോട്ട് ആക്കുമ്പോൾ നമ്മുടെ പോക്കിപ്പൈൻ പെട്ടെന്ന് കുനിഞ്ഞ് മുതുകിന്ന് മുള്ളു വിടാൻ നോക്കുന്നു. പക്ഷെ നമ്മുടെ പോക്കിപ്പൈൻ ഇപ്പം നോക്കിയാൽ 3 ഡയമെൻഷണൽ ബോഡിയാണ്. അതുകൊണ്ട് നോക്കിയാൽ മുള്ളൊന്നും വരുന്നില്ല. പോക്കിപ്പൈൻ ഇവിടെ സങ്കടത്തോടെ കരഞ്ഞിട്ട് നമ്മുടെ ഹെറോൾഡിനെയും മോസിനെയും തപ്പി നിൽക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹെറോൾഡും മോസും ഇതൊന്നും അറിയാതെ സന്തോഷത്തോടെ ആ സൈക്കിൾ ഓടിച്ചിട്ട് ആ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഈ സ്റ്റോറിയുടെ ഹീറോയിനെ കാട്ടുന്നത്. ഇവൾ പോകുന്ന സെയിം ഹൈവേ റൂട്ടിലാണ് ഹെറോൾഡും മോസും സൈക്കിൾ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവൾ നോക്കിയാൽ കാറിൽ പോകുമ്പോൾ കോൾ സംസാരിച്ചിട്ട് പോകുന്നു. ഇവളുടെ ബാക്ക് സീറ്റിൽ ഇവളുടെ മകനും ഉണ്ട്. ഇവന്റെ പേര് മെൽവിൻ. ഇവനിക്ക് നോക്കിയാൽ ഒരു ക്രിയേറ്റീവ് പെറ്റും ഉണ്ട്. കാർലും പറഞ്ഞാണ് പെറ്റിന്റെ പേര്. ഇവൻ എപ്പം നോക്കിയാലും ആ പെറ്റിന്റെ അടുത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവനും നമ്മുടെ ഹെറോൾഡിനെ പോലെ തന്നെ നല്ലോണം ഇമാജിനേഷൻ ഉള്ള ഒരു ചെക്കനാണ്. ഈ ചെക്കന്റെ അച്ഛൻ റീസെന്റ് ആയിട്ടായിരിക്കും മരിച്ചിരിക്കുക. അതുകൊണ്ട് നോക്കിയാൽ നമ്മുടെ ഹീറോയിനെയാണ് സിംഗിൾ മദർ ആയിട്ട് കുറെ പണി ചെയ്ത് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ഈ ചെക്കനെ വളർത്തുന്നത്. എന്നാൽ നമ്മുടെ ഹെറോൾഡും നമ്മുടെ മോസും ഹൈവേ റൂൾസ് ഒന്നും അറിയാതെ അവിടെ സൈക്കിൾ ഓടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ നോക്കിയാൽ പെട്ടെന്ന് ആ സൈക്കിളിൽ ഇടിക്കുകയാണ്. ഇവർ രണ്ടുപേരും നോക്കിയാൽ അങ്ങോട്ട് കൺട്രോൾ ഇല്ലാതെ എങ്ങനെ പോയി വീഴുന്നു. ആ സമയത്താണ് നമ്മുടെ ഹീറോയിനും നമ്മുടെ ഹീറോയും കറക്റ്റായി പറയുകയാണെങ്കിൽ 2 ലോകത്തെ മെയിൻ ക്യാരക്ടേഴ്സും മീറ്റ് ചെയ്യുന്നത്. ഇവൾ ഹെറോൾഡിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുകയും ചോദിച്ചതും ഇല്ല, എനിക്കൊന്നും വലിയ പരിക്കില്ല പറയും. ഇവിടെ നമ്മുടെ ഹീറോയിനിയുടെ ടയർ നോക്കിയാൽ പഞ്ചറായിരിക്കുകയാണ്. ഇവൾ പെട്ടെന്ന് അതൊക്കെ നോക്കിയിട്ട് ശരി എന്ത് ചെയ്യണം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട ഹെറോൾഡ് മിണ്ടാണ്ടിരിക്കുവോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ക്രയോൺസ് എടുത്ത് അവന്റെ കഴിവ് കാട്ടാൻ തുടങ്ങുകയാണ്. അവൻ പെട്ടെന്ന് അവിടെ ഒരു ടയർ വരച്ച് അവിടെ കൊണ്ടുവരുന്നു. ആ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരുന്ന ഇവൾ നോക്കിയാൽ നിങ്ങൾക്ക് ടയർ ഉണ്ടോ, നിങ്ങൾ കറക്റ്റ് സമയത്ത് ടയർ കൊണ്ടുവന്നും പറഞ്ഞിട്ട് ആ ടയറൊക്കെ മാറ്റുകയാണ്. ആ സമയത്തിനുള്ളിൽ നമ്മുടെ ഹെറോൾഡും മോസും നമ്മുടെ മെൽവിന്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് പിടിക്കുകയാണ്. അവന്റെ അടുത്ത് നിന്റെ കഴുത്തുള്ളത് എന്താന്ന് ചോദിച്ചത് മെൽവിൻ പറഞ്ഞു ഇതൊരു പെറ്റ് വിസിലാണ്, ഇത് വെച്ചാൽ ഞാൻ കാറിലിന് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ആ വിസിലിന് ഊതുകയാണ്. പക്ഷെ ഇത് ഊതിയത് നമ്മുടെ മനുഷ്യർക്കൊന്നും ഒന്നും കേൾക്കില്ല. പക്ഷെ ഈ പെറ്റ്സിനെയൊക്കെ നോക്കിയാൽ അതൊരു ചെറിയ എഫക്ട് ഉണ്ടാക്കും. അതുപോലെയാണ് മൂസിനെ നോക്കിയാൽ ചെവിയൊക്കെ എന്തോ പോലെ ആവുന്നത്. ആ സമയത്ത് മെൽവിന്റെ അടുത്ത് ഹെറോൾഡ് ചോദിച്ചു ആരാണ് ഈ കാർലു എന്ന് പറഞ്ഞതും അതിന്റെ ഒരു ഇൻവിസിബിൾ പെറ്റാണ്, നിങ്ങൾക്കൊന്നും കാണില്ല പറഞ്ഞതും അതെന്റെ കണ്ണ് മാത്രമേ കാണുള്ളൂ, അതൊരു ഇമാജിനേഷൻ പെറ്റാണ്, അതിനെ കാണാൻ കഴുക് മുതല ഒരു സിംഹം അതൊക്കെ ചേർന്നൊരു ഫ്യൂഷനായി എങ്ങനെ ഉണ്ടാകും അതുപോലെ തന്നെ ഉണ്ടാവും പറയുന്നു. ആ സമയത്ത് നമ്മുടെ ഇമാജിനേഷന്റെ കിങ് ആയ ഹെറോൾഡ് എടാ കാർലു എന്റെ മോള് കേറാതെ എൻ്റെ ചെവി നക്കാതെ കാർലു എൻ്റെ കാലി കടിക്കാതെ അങ്ങോട്ട് പോകാതെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നോക്കിയാൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെൽവിനെ നോക്കിയാൽ നമ്മുടെ ഹെറോൾഡിന് നല്ലോണം ഇഷ്ടപ്പെടുന്നു. ആ സമയത്ത് ഹീറോയിന് വന്നിട്ട് നിങ്ങൾ എവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, നിങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പോകാൻ പറഞ്ഞതും അടിച്ചടാ ജാക്ക് പൊട്ടും പറഞ്ഞിട്ട് ഹെറോൾഡ് വണ്ടി കയറുകയാണ്. ഇവന്റെ വയസ്സ് കാണാൻ ഒരു 30 വയസ്സിനുള്ളിൽ ഉണ്ടാകും. പക്ഷെ ഇവന്റെ സ്വഭാവം ഒരു 10 വയസ്സ് കുട്ടി പോലെയാണ്. ആ സമയത്ത് ഹീറോയിന് നിങ്ങളുടെ അഡ്രസ്സ് എവിടെയാണ് പറഞ്ഞു നിങ്ങളെ ഇറക്കി വിടാൻ പറഞ്ഞതും ഹെറോൾഡ് അതെന്താ അഡ്രസ്സ് എന്തെങ്കിലും കഴിക്കുന്ന സാധനമാണോ, എനിക്ക് 2 എണ്ണം ഉണ്ടാവും ഒന്ന് വേണ്ടാൻ പറഞ്ഞതും ഇവൾ നോക്കിയാൽ ഷോ എൻ്റെ അടുത്ത് എന്താ പറയാ, ശരി നിങ്ങൾ അതിനെ കാണാമെന്നും പറ. കാണാൻ വന്നത് ഒരു വയസ്സായ ഒരു മുത്തപ്പനെയാണ്. മുത്തപ്പനാ ഒരു വയസ്സായ ആളാ, ഓ നിങ്ങളുടെ അച്ഛനെ തപ്പി വന്നാണോ നിങ്ങളും ചോദിച്ചതും അങ്ങനെയും പറയാ. ശരി നിങ്ങൾ എവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടതും പറയാൻ പറഞ്ഞതും ഹെറോൾഡ് ഞങ്ങൾക്ക് എവിടെയും വീടൊന്നുമില്ല, നിങ്ങൾക്ക് എവിടെയും നോക്കി തരുമെന്ന് ചോദിച്ചതും നമ്മുടെ മെൽവിൻ പറഞ്ഞു ശരി നമ്മുടെ വീട്ടിൽ തന്നെ ഇവരിനെ വെക്കാമ്മ പ്ലീസ് അമ്മ ചോദിച്ചു. ആ സമയത്ത് ഹീറോയിന് നമുക്ക് ഇവർ ആരാന്ന് പോലും അറിയില്ല, നമുക്ക് നമ്മുടെ വീട്ടിലൊന്നും വെക്കാൻ പറ്റില്ല പറയും. പക്ഷേ മെൽവിൻ നല്ലോണം വാശി പിടിച്ച് അമ്മന്റെ വായിൽ തന്നെ ഓക്കെ എന്ന് പറയിപ്പിക്കും. അവസാനം വേറെ വഴിയില്ലാതെ അവൾ നോക്കിയാൽ സമ്മതിപ്പിച്ചിട്ട് അവരുടെ വീട്ടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഗാരേജിൽ കൊണ്ടുപോയി ഇവരിനെ താമസിപ്പിക്കുകയാണ്. അതിനുള്ളിൽ പോയ ഹെറോൾഡ് കൈവച്ച് മിണ്ടാണ്ടിരിക്കാതെ അവിടെ ഉണ്ടായിരുന്ന കുറെ മ്യൂസിക് നോട്ട്സ് ഒക്കെ കയ്യിലെടുക്കുകയാണ്. അതിനുശേഷം അവളുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ മ്യൂസിക് ഒക്കെ ചെയ്യുമോ, നിങ്ങൾക്ക് നന്ദി മ്യൂസിക് ഒക്കെ അറിയും ചോദിച്ചതും അതൊക്കെ ചെറുപ്പത്തിൽ പാഷനായിരുന്നു. പക്ഷെ കാലം പോയി പോക്കിൽ ഫാമിലിയൊക്കെ വന്നപ്പോൾ അതൊക്കെ മറന്നു.
ശരി നിങ്ങൾ എന്താ ചെയ്യുന്നത് ഹെറോൾഡൻ ചോദിച്ചതും ഞാൻ നന്നായി വരയ്ക്കും മാഡം പറഞ്ഞതും ഓ അപ്പോൾ നിങ്ങൾ ആർട്ടിസ്റ്റ് ആണല്ലേ പറഞ്ഞു. അങ്ങനെയും പറയാം. ശരി സാർ ഞാൻ പോകണം പറഞ്ഞിട്ട് അവൾ നോക്കിയാൽ അവിടെ നിന്ന് പോവുകയാണ്. അത് വേറെ ഭാഗത്ത് കാട്ടുകയാണെങ്കിൽ നമ്മുടെ ഹെറോൾഡ് മൂസ് നമ്മുടെ പോക്കിപ്പൈനൊക്കെ സംസാരിച്ച ഒരു മുത്തശ്ശനെ കാട്ടുകയാണ്. അത് നേരെ പോലീസിനടുത്ത് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. പോലീസ് സാർ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു സാർ, ഇവിടെ നമ്മുടെ ലോകത്ത് ഏലിയനൊക്കെ വന്നു സാർ പറഞ്ഞ് അവൻ നോക്കിയാൽ അവിടെ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇപ്പുറത്ത് കാട്ടുകയാണെങ്കിൽ ഇവിടെ ഈ പാതിരാത്രിയിൽ ഹെറോൾഡ് ഉറങ്ങാതെ കണ്ണു തുറന്നിരിക്കുന്നു. നമ്മുടെ മോസ് ആണെങ്കിൽ അവിടെ നല്ലോണം ഉറങ്ങുന്നു. ആ സമയത്ത് മുത്തശ്ശ നിങ്ങൾ എവിടെയാണ് മുത്തശ്ശ ഉള്ളതും പറഞ്ഞ് അവിടെ നിലാവണി നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്നൊരു വോയിസ് കേൾക്കുന്നു. അതാരാണെന്ന് നോക്കിയാൽ മെൽവിൻ ആണ്. അവന്റെ വീട്ടിൽ നിന്നും ഇവനെ നോക്കിയാൽ ഹായ് കണ്ടിട്ട് അങ്ങോട്ട് വരാൻ പറയുന്നു. ഹെറോൾഡ് ആണെങ്കിൽ നേരെ അവന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ കുറെ സ്കെച്ചസ് ഒക്കെ നോക്കുകയാണ്. അവന്റെ സ്കെച്ചസ് ഒക്കെ നോക്കിയാൽ പാമ്പിന്റെ ബോഡിയിൽ പാന്റിന്റെ തല, ഇങ്ങനെ കുറെ ഡ്രോയിങ് മെൽവിൻ കുറെ പേപ്പറിൽ സ്കെച്ചസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെന്റെ ഹെറോൾഡ് അവന്റെ വൈബിൽ തന്നെ ഇതൊക്കെ നിനക്ക് ഇവിടെ നിന്നാണ് ഇങ്ങനത്തെ ഐഡിയ കിട്ടുന്നു, സൂപ്പർ ഐഡിയ ആണല്ലോ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ നല്ലോണം എന്നെ പുകഴ്ത്തി പറയുന്നു, പക്ഷെ വെളിയിൽ പറഞ്ഞ് എന്നെ പ്രാന്തം പറയുകയാണെന്ന് പറയും. ആ സമയത്ത് നമ്മുടെ ഹെറോൾഡ് പറയും നീ എന്തിന് പുറത്തുള്ളവരിനെയൊക്കെ നോക്കണേ, അവരൊക്കെ ഓരോന്ന് പറയും, പക്ഷെ നിന്റെ ക്രിയേറ്റിവിറ്റി എനിക്ക് മനസ്സിലായും പറഞ്ഞിട്ട് അവിടെ അവന് കൈ കൊടുത്ത് അവിടെ ഫ്രണ്ട്ഷിപ്പ് ആവുകയാണ്. ഇനി നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോ പറയും. ആ സമയത്ത് മെൽവിൻ ഓക്കെ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാം, പക്ഷെ നിനക്ക് നിന്റെ അച്ഛനെ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോ പറയും. അത് മാത്രമല്ല ഹെറോൾഡ്, പിന്നെ എനിക്കൊരു വലിയ ഡൗട്ട്, രാവിലെ പഞ്ചറായപ്പോൾ നീ എങ്ങനെ ടയർ കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ ഹെറോൾഡ് അതൊക്കെ ഈസിക്ക് ഭാഷ സിമ്പിൾ കാര്യമാണ്, ഇവിടെ നോക്കും മോനെ ഇതെന്ത് വെറും ക്രയോൺസ് എന്നാ നീ വിചാരിച്ച് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം മാത്രം നോക്കും പറഞ്ഞിട്ട് ഹെറോൾഡ് അവിടെ ഒരു ബട്ടർഫ്ലൈ വരച്ചിട്ട് അതിൽ ഊതിയതും അത് റിയൽ ബട്ടർഫ്ലൈ ആയി മാറും. ഇത് കണ്ട മെൽവിനെ വിശ്വസിക്കാൻ പറ്റാതെ കണ്ണ് വെളിയിൽ തള്ളി നിൽക്കുകയാണ്. ആ സമയത്ത് ഹെറോൾഡ് നീ ഇപ്പോൾ വരയ്ക്കുന്നതല്ല കാര്യം, നീ ഇപ്പോൾ വരയ്ക്കുന്നതിന് ജീവൻ വരണമെങ്കിൽ നീ അതിൻ്റെ മുകളിലൊരു വിശ്വാസം, ട്രസ്റ്റ്, നമ്പിക്കൈ, തുമ്പിക്കൈ എല്ലാ കൈയും വെച്ചാലും എനിക്ക് അതിന് ജീവൻ കൊടുക്കാൻ പറ്റുമോ എന്ന് പറയും. ഇത് കേട്ട മെൽവിൻ പെട്ടെന്ന് ക്രയോൺസ് വാങ്ങി ഒന്ന് വരയ്ക്കാൻ തുടങ്ങി. നമ്മുടെ ഹെറോൾഡ് എന്താ വരയ്ക്കണം ചോദിച്ചതും അവൻ നിങ്ങൾ വന്നിട്ട് നോക്കും പറയും. ആ സമയത്ത് അതൊക്കെ വരച്ചതിന് ശേഷം ഒരു പറക്കുന്ന സ്പൈഡറാണ് വരുന്നത്. അത് കുറച്ചു നേരം കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു, പക്ഷേ കുറച്ച് സമയത്തുള്ള അവരിനെ നോക്കിയാൽ അറ്റാക്ക് ചെയ്യാൻ വന്നു. അതുകൊണ്ട് നമ്മുടെ ഹെറോൾഡ് അവനെ അടിച്ചിട്ട് എന്താണ് നായ വരച്ചതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മെൽവിൻ പറഞ്ഞു ഹെറോൾഡ് ദേഷ്യപ്പെടല്ലേ ഹെറോൾഡ്, ആ ജസ്റ്റ് ചെറിയൊരു പറക്കുന്ന കുറച്ച് വിഷമുള്ളൊരു സ്പൈഡർ, എന്ത് വിഷമുണ്ടോ അതിന്, നീയും നിന്റെ ക്രിയേഷനും പോടാ. ഇവരിവിടെ ഫൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പോക്കിപ്പൈനെ കാട്ടുകയാണ്. ഇവിടെ നമ്മുടെ പോക്കിപ്പൈൻ നമ്മുടെ മോസിനെയും നമ്മുടെ ഹെറോൾഡിനെയും തപ്പി ഓരോ വീടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു വയലറ്റ് പൂ കണ്ടിട്ട് ചിലപ്പോൾ ഇതിനുള്ളിലായിരിക്കും ഹെറോൾഡ് മോസും പറഞ്ഞിട്ട് ആ വീട്ടിനുള്ളിൽ പോകുന്നു. ആ വീട്ടിനുള്ളിൽ പോയിട്ട് അവിടെ കേക്ക് കഴിക്കുമ്പോൾ ആ കേക്കിന് കഴിച്ച സൗണ്ടിൽ നോക്കിയാൽ പെട്ടെന്ന് ആൾക്കാർ വരാൻ തുടങ്ങുന്നു. അവർ നോക്കിയാൽ പെട്ടെന്ന് ഓടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. ആ സമയത്ത് അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറനെ കണ്ടിട്ട് ഒരു മുള്ളം പന്നീനെ പോലെ തന്നെ കത്തിയിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോയിന് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്പൈഡർ അവളുടെ മുമ്പത്ത് പോവുകയാണ്. ആ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരുന്നവൾക്ക് പെട്ടെന്ന് മൂളൽ സൗണ്ട് കേട്ടതും അവൾ കണ്ണുറന്ന് നോക്കിയത് മുമ്പത്തെ സ്പൈഡർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവളൊരു വെച്ചൊരു കുത്ത് ആ സ്പൈഡർ നേരെ പറന്ന് പുറത്തു പോയി വീണു. അതിനുശേഷം ഇവൾ എന്താണ് ഇതും പറഞ്ഞിട്ട് അവൾ നോക്കിയാൽ പുറത്തു വന്ന് നോക്കുമ്പോൾ കുറേ പൈസ വയലറ്റ് കളർ പൈസ നോക്കി അവിടെ മൊത്തം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല വീട്ടിന്റെ വെളിയിൽ പോയി നോക്കിയതും വീട് മൊത്തം വയലറ്റ് കളറായിരുന്നു. അത് മാത്രമല്ല ഈ 3 പേരും അവിടെ ഉണ്ടായിരുന്ന ഒരു ഊഞ്ഞാലിരുന്നിട്ട് പൈസ കുറെ കഴിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ട ഇവൾ ഇത്ര പൈസ ഒന്നും കഴിക്കാൻ പാടില്ല, അത് ബോഡിക്ക് ചീത്തയാണെന്ന് പറയും. അത് മാത്രമല്ല ഹെറോൾഡ് നീ അങ്ങനെ ഇത്ര പൈസ ഉണ്ടാക്കി എങ്ങനെ ഇതൊക്കെ നടന്നു ചോദിച്ചതും ഹെറോൾഡ് പറയും ഇതൊക്കെ ഈ ക്രയോൺസ് തരണോണെന്ന്. ഹെറോൾഡ് നീ ഇത് നിർത്ത്, ഇല്ലെങ്കിൽ എന്റെ മകൻ ഇമേജിനേഷൻ നല്ലോണം കൂടുതലാണ്, അവ ഏതൊക്കെയോ മൃഗത്തിനടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നീ അവനെ എക്സ്ട്രാ ഇതിനെ ഫിറ്റിംഗ് ചെയ്തൊന്നും കൊടുക്കണ്ട. ഹെറോൾഡ് നീ എവിടെ പോകണം, അവിടെ നിന്ന് പോയി പറക്കി ഇവിടെ റെഡി ആവും. മെൽവിനെ നീ പോയി സ്കൂളിൽ റെഡി ആവും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് നമ്മുടെ മെൽവിനെ നോക്കിയാൽ ഹെറോൾഡ് തടുത്തിട്ട് നീ ക്രയോൺസ് പിടിക്കുക, അവർ പറയുന്നത് ശരിയല്ലേ, നീ അതൊക്കെ റിയലായി വരുത്തിപ്പിക്കും പറഞ്ഞ് നിന്റെ ഇമാജിനേഷൻ കൂട്ടും പറഞ്ഞിട്ട് ഹെറോൾഡ് അവന്റെ ക്രയോൺസിനെ പൊട്ടിച്ച് നമ്മുടെ മെൽവിന്റെ അടുത്ത് കൊടുക്കും. ഇവിടെ നമുക്കിപ്പോൾ ഹെറോൾഡിന്റെ മനസ്സ് എത്ര ബ്രൈറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ക്രയോൺസ് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഒന്നുമില്ല, നമ്മളിനി പാർട്ടുകൾ കാണാം. കാരണം ഇവിടെ ഒരുപാട് ലോങ് ആയി പോകുന്നു, 13 മിനിറ്റ് മോളിൽ 14 മിനിറ്റ് ആയി. അപ്പോൾ ഇനി നമ്മളിനി ഒരുപാട് എഡിറ്റ് ചെയ്ത് അത് ഇനി പോയിക്കൊണ്ടിരിക്കും ഫ്രണ്ട്സ്. ഇനി പറയാൻ കാരണം നല്ല ലോങ് ആയിട്ട് ഇടാൻ പറ്റും, പക്ഷേ ഒരു 38-40 മിനിറ്റ് ഇത് ഏകദേശം വരുന്നുണ്ട് ഫുൾ വീഡിയോ ഇട്ടാൽ. അപ്പോൾ ഇത് ഫുൾ വീഡിയോ ഇട്ട് അൽഗോരിതം നമ്മുടെ യൂട്യൂബ് ഇത് ഇത്ര പ്രൊമോഷൻ ചെയ്യില്ല, നിങ്ങൾക്ക് ഈ ഗുഡ് വീഡിയോ എത്തിച്ചേരാനും പറ്റില്ല. ശരിക്കും ഞാൻ ഈ വീഡിയോയ്ക്ക് വ്യൂസിനെയോ സബ്സ്ക്രൈബേഴ്സിനോ വേണ്ടിയല്ല ഇങ്ങനെ ചെയ്യണം, ഉറപ്പായിട്ട് അതിനല്ലേ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒരു അൽഗോരിതം ക്ലിക്ക് ആയാൽ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ എത്തിച്ചേരും, അതിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യണം. പാർട്ട് 2 വീഡിയോ വരാൻ ഒരുപാട് ലേറ്റ് ഒന്നും ആവില്ല. ഞാൻ ഒക്ടോബർ 2 മഹാത്മാഗാന്ധി ജയന്തിക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ അതുവരെ എന്തെങ്കിലും ഒന്ന് സഹിച്ചിരിക്കും ഫ്രണ്ട്സ്, എനിക്ക് വേറെ വഴിയില്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാണ് ഫോർസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കില്ല, നിങ്ങൾക്ക് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ശരി ഫ്രണ്ട്സ്, ഞാൻ ഒരുപാട് ലാഗ് എടുപ്പിക്കുന്നില്ല. ഇറ്റ്സ് ഒരു ആനന്ദ് വോയിസ് ഓവർ, ഇറ്റ്സ് ടൈം ഫോർ വൈൻഡ് അപ്പ്. വി വിൽ meet on next video. Take care please. ഇംഗ്ലീഷ് ഒരുപാട് കൂടി പോയില്ലേ, എനിക്കും തോന്നി. ഓക്കെ ഫ്രണ്ട്സ്, പ്ലീസ് ടേക്ക് കെയർ, ബൈ.